ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു വ്ളോഗ് തന്നെയാണ്. ഞാൻ കുറേ ദിവസം എന്തെങ്കിലും വീഡിയോ ഒക്കെ ഇട്ടിട്ട് എക്സാമിൻ്റെ തിരക്കിലും റെക്കോർഡിൻ്റെ തിരക്കിലൊക്കെ ആയിരുന്നു. അപ്പം അതെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു വ്ളോഗ് പോലെ തന്നെ നമ്മൾ ഇന്ന് ഐക്യ വരെ പോവുകയാണ്. അപ്പോൾ ക്രിസ്മസ് ഒക്കെ ആയതുകൊണ്ട് അപ്പോൾ ഇതാണ് എൻ്റെ ഡ്രസ്സ്. കണ്ടോ, ഇതില്ലാത്തതാണ്. ഇതൊരു ജാക്കറ്റ് ഞാൻ നമ്മൾ ട്രാവൽ ചെയ്യുമ്പോൾ ഞാൻ ഇടുന്നതാണ്. അപ്പോൾ ഇട്ടതാണ്. ഇനി അവിടെ എത്തിയിട്ട് കാണാം. നമ്മളിപ്പോൾ ഐക്യയിൽ വന്നിരിക്കുന്ന ഐക്യയിൽ ഭയങ്കര തിരക്കാണ്. പ്രത്യേകിച്ച് വീക്കെൻഡും കൂടെ ആയതുകൊണ്ട്. സോ ലെറ്റ്സ് ബിഗിൻ അവർ ക്രിസ്മസ് ഷോപ്പിംഗ്. ഗൈസ്, നമ്മൾ എന്തൊക്കെയോ സാധനങ്ങളൊക്കെ മേടിക്കുന്നുണ്ട്. അപ്പോൾ ഞാനല്ല, വിദ്യ ചേച്ചി. അപ്പോൾ നമ്മളതിൻ്റെ പുറകെ ഇങ്ങനെ നടക്കും. അങ്ങനെ നമ്മൾ ബില്ലിയാണ്. ആകെ കുറച്ച് സാധനങ്ങൾ നമ്മൾ മേടിച്ചുള്ളൂ. ക്രിസ്മസ് ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു നല്ല തിരക്കുണ്ടായിരുന്നു. അതുപോലെ തന്നെ നല്ല നോയ്സുണ്ട്. അതുകൊണ്ട് ഞാൻ പിന്നെ വോയിസ് ഓവർ ചെയ്യുന്നതാണിത്. പിന്നെ നമ്മൾ കുറച്ച് നേരം അവിടെ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് അങ്ങനെയൊക്കെ നിന്നു. പിന്നെ എൻ്റെ ഇൻസ്റ്റഗ്രാം നോക്കുകയാണെങ്കിൽ ഞാൻ എടുത്ത ഫോട്ടോസും വീഡിയോസൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഹലോ ഗായ്സ്, അങ്ങനെ നമ്മുടെ ഷോപ്പിങ്ങും എല്ലാം പരിപാടിയും കഴിഞ്ഞു. ഞാനങ്ങനെ കാര്യമായിട്ടൊന്നും മേടിച്ചില്ല. എൻ്റെ ഫ്രണ്ട്സ് എന്തൊക്കെയോ മേടിച്ചു. ഞാൻ ചെറിയ ചെറിയ സാധനങ്ങൾ, ക്യാൻഡിൽസ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ മേടിച്ചപ്പോൾ കാലൊക്കെ നടന്ന് നമ്മൾ നല്ല ടയേർഡായി. ഞാനിനി തിരിച്ച് റൂമിൽ പോകണം. നാളെ നമുക്ക് എക്സാം ഉണ്ട്. അതാണ് വേറൊരു കാര്യം, പ്രാക്ടിക്കൽ എക്സാം. ഹേ ഗായ്സ്, അപ്പോൾ ഇന്ന് നമ്മൾ ക്രിസ്മസ് സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പം വേറെ എവിടെയല്ല, നമ്മളെ വിദ്യ ചേച്ചിയുടെ റൂമിലാണ്. അപ്പം നമ്മളവിടെ പോയി ആദ്യം നമുക്ക് ചെറിയൊരു പരിപാടിയാണ്. അപ്പം അതിനു വേണ്ടിയുള്ള ഡെക്കറേറ്റ് ചെയ്യുന്ന സാധനങ്ങൾ മേടിക്കണം. അങ്ങനെ അത് മേടിക്കാൻ പോകണം. അപ്പം തന്നെ രാത്രിയായി. ഇന്ന് രാത്രി നമ്മൾ സെലിബ്രേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് അറിയില്ല. അപ്പം എന്തായാലും നമ്മളതൊക്കെ മേടിക്കാൻ പോകണം. മേടിച്ച് വന്ന് റെഡി ആയിട്ട് നമ്മൾ ചേച്ചിയുടെ റൂമിൽ പോവും. അപ്പം എന്തായാലും നമ്മൾ പോയി നോക്കാം എന്തൊക്കെ ഉണ്ട്. ഹായ് ഗൈസ്, നേരെ നോക്കൂ, കൃഷ്ണ. നമ്മളങ്ങനെ ഫോറം മോളിൽ വന്നേക്കാണ്. എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ മേടിക്കാൻ വേണ്ടിയിട്ട് കയറി നോക്കാം അല്ലേ? അതെ നോക്കാം.
ഇവിടെയും ക്രിസ്മസ് ആയതുകൊണ്ട് നല്ല തിരക്കുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും നമ്മൾ ടേബിളിൽ ഡെക്കറേറ്റ് ചെയ്യുന്ന പോലത്തെ ഒരു വൈബാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പം എന്തായാലും ഇത്ര സാധനങ്ങൾ നമ്മൾ മേടിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം. ഹായ് ഗൈസ്, ഇന്നലെ നമ്മൾ ക്രിസ്മസ് സെലിബ്രേഷൻ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അത് ചെറുതായിട്ടൊന്ന് പാളിപ്പോയി. കാരണം നമ്മൾ സാധനങ്ങളൊക്കെ മേടിച്ച് കഴിഞ്ഞപ്പോൾ നല്ല ലേറ്റായി അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ. പിന്നെ നടന്നില്ല. അപ്പോൾ നമുക്ക് ഇന്നാണ് ശരിക്കും ക്രിസ്മസ്. അപ്പോൾ ഇന്ന് നമ്മൾ ആഘോഷിക്കാൻ വിചാരിച്ചു. അപ്പോൾ ഞാൻ നല്ലൊരു ഗിഫ്റ്റൊക്കെ നമ്മൾ ക്രിസ്മസ് ഫ്രണ്ട് വിട്ടിട്ടുണ്ടായിരുന്നു. അപ്പം ചെറുതായിട്ട് ആകെ കുറച്ച് ഫ്രണ്ട്സ് ഉള്ളൂ, അവർ വെച്ചിട്ട് നമ്മൾ ക്രിസ്മസ് ഫ്രണ്ട് ഇട്ടു. അപ്പോൾ ഞാൻ ഗിഫ്റ്റ് മേടിച്ചിട്ടുണ്ട്. നമുക്കത് പാക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് റെഡിയായിട്ട് നമുക്ക് അവിടെ പോകണം. സോ നമ്മൾ ഗിഫ്റ്റ് പാക്ക് ചെയ്തു. ഇനി ഞാൻ റെഡി ആയിട്ട് വരാം. ഹായ് ഗൈസ്, നമ്മളിപ്പോൾ വിദ്യ ചേച്ചിയുടെ റൂമിൽ പോകണം. അവിടെയാണ് നമ്മളിന്ന് ക്രിസ്മസ് സെലിബ്രേറ്റ് ചെയ്യാമെന്ന് വിചാരിക്കുന്നത്. എന്താണെന്നൊന്നും അറിയില്ല. ചെറിയ പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല, എന്നാലും നമുക്ക് കുറച്ച് ഫോട്ടോസ് എടുക്കണം, അങ്ങനത്തെ ഒക്കെ ഒരു പരിപാടി. എല്ലാവരും ഉണ്ടല്ലോ. അപ്പം അങ്ങനെ എന്താവും എന്നറിയില്ല. എന്തായാലും പോയി നോക്കാം. നമ്മൾ ഉച്ചയ്ക്ക് ഇറങ്ങാമെന്ന് വിചാരിച്ചാണ്. ഞാൻ ഇറങ്ങുന്നത് ഇപ്പം 4:30-5 മണി എന്തോ ആയി. ആസ് യൂഷ്വൽ ആൾക്കാർ. ഓക്കെ, ബൈ. ഹായ് ഗൈസ്, നമ്മളിങ്ങനെ വിദ്യ ചേച്ചി റൂമിൻ്റെ അവിടെ എത്തി. പക്ഷേ ചേച്ചി ഇവിടെ ഇല്ല, അവർ പുറത്ത് പോയേക്കാണ്. അവരിപ്പോൾ വരും. അങ്ങനെ നമ്മളവിടെ വെയിറ്റ് ചെയ്യാം അവർക്ക് വേണ്ടി. അവിടെ ഹരി ഇരിപ്പുണ്ട്. നിൽക്കുന്നതാണ് വിദ്യ ചേച്ചിയുടെ ചേച്ചി. നമുക്ക് വെയിറ്റ് ചെയ്യാം. എന്താ സാവി വിദ്യാലയമില്ല നമ്മളുടെ അവസ്ഥയാണ്. കുറേ നേരമായി വെളിയിലിരിക്കും. കുറേ നേരമായി വെളിയിൽ നിൽക്കുന്നു. നീ ഇരിക്കല്ലേ അല്ല പറഞ്ഞോട്ട ദിവസം അതിൽ നിന്ന് ക്ഷീണിച്ചിട്ടുണ്ടായിരുന്നു. വയ്യ. ആൾക്കാരൊക്കെ ഇങ്ങനെ ഒരു പോകുമ്പോൾ എന്നെ നോക്കുന്നു. ഏതെങ്കിലും കഞ്ചാവ് കേസിൽ പ്രതി. ഞാൻ ഇവിടെ ഓൾറെഡി തുടങ്ങിയ എത്ര മണിക്കൂർ മുന്നേ ഞാൻ തുടങ്ങിയതാണ്. തിരക്കാണ് നമ്മള് ബ്ലോഗ് ഇത്ര ഇടാത്തത്. ഞങ്ങൾ ഇപ്പൊ സ്റ്റാർട്ട് ചെയ്തു ക്രിസ്മസിന്റെ പരിപാടികള്. അപ്പൊ ഞങ്ങൾക്ക് ഇപ്പൊ സ്റ്റാർട്ട് ചെയ്തതുള്ളൂ ക്രിസ്മസിന്റെ പരിപാടികൾ. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. കുറച്ച് നാളായിട്ട് ഞാൻ കുറച്ച് തിരക്കിലായിരുന്നു. കാരണം ഇത് എൻ്റെ പഴയ റൂമല്ല, എൻ്റെ പുതിയ റൂമാണ്. ഞാൻ 1.5 മാസമായിട്ട് കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് റൂം കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ കുറച്ച് നാളെടുത്ത് വ്ളോഗ് എടുക്കാൻ വേണ്ടിയിട്ട്. അതാണ് ഇത്രയും നാളെ ഞാൻ വ്ളോഗ് ഇടാത്തതിന് കാരണം. അതുമില്ല, അതിൻ്റെ ഇടയിൽ എക്സാം ഒക്കെ വന്നു. അപ്പോൾ നമുക്ക് ഡെക്കറേഷൻ ചെയ്യാൻ സ്റ്റാർട്ട് ആക്കാം. ഓക്കെ, ഗൈസ്, അപ്പോൾ നമ്മളിവിടെ ഓരോന്ന് സെറ്റാക്കുകയാണ്. കുഴപ്പമില്ലല്ലേ, കൊള്ളാം. ഗൈസ്, നമ്മളിപ്പോ ഗീ റൈസിന്റെ പ്രിപ്പറേഷനിലാണ്. അതെ,
അടി ലൈറ്റ് ഇല്ല. ഹായ് ഗായ്സ്, അങ്ങനെ നമ്മൾ ഡ്രസ്സൊക്കെ ഇട്ടു. ഇത് ഏകദേശം സെറ്റായി. നിങ്ങൾ അതല്ല ഓക്കെ. നമുക്കിന്ന് ഫുഡ് സ്പോൺസർ ചെയ്തിരിക്കുന്നത് ഇതാണ് ഞാൻ സിയാസിന് വാങ്ങിച്ചു കൊടുത്ത ഗിഫ്റ്റ്. 5 പവൻ ഇട്ട് വെക്കാൻ പറ്റിയ ഒരു ചെറിയ ബോക്സ് ആണ്. ഓക്കെ ഓക്കെ ശരി ശരി. അയ്യോ അതല്ല, അങ്ങനെയല്ല. ഞാൻ കൃഷ്ണനെ കാണിച്ചു തരാം. നോക്കൂ, കൃഷ്ണനെ കണ്ട് വേഗം ഞാൻ കടിക്കുന്നു ഓടിയോ. ധാരാ നോക്കൂ. ഹായ് ഗൈസ്, അങ്ങനെ നമ്മുടെ എന്താണ് പരിപാടി എല്ലാം കഴിഞ്ഞു. നമ്മൾ ഫുഡ് കഴിച്ചിട്ടൊന്നും ഞാൻ അടുത്തില്ല. ഇന്ന് വിദേശിയുടെ ബിരിയാണി സോറി, പിന്നെന്താ ചിക്കൻ കറി. അയ്യോ ബിരിയാണി അല്ലായിരുന്നു. എല്ലാം ഞാൻ കഴിച്ചു. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് പോകണം. അപ്പോൾ ഗൈസ്, ഇന്നത്തെ വീഡിയോ കഴിയാണ്. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അപ്പം താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. അടുത്ത വ്ളോഗ് ഞാൻ പെട്ടെന്ന് ഇടുന്നതായിരിക്കും. താങ്ക് യു. ഹാപ്പി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ.